പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ കൂട്ട നടപടിയുമായി ആദായനികുതി വകുപ്പ്. ആദായനികുതി വകുപ്പിന്റെ നടപടിയിൽ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി കോൺഗ്രസ്. നാളെ രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കാൻ PCCകൾക്ക് നിർദ്ദേശം നൽകി. ലോക്സഭാ മണ്ഡലം അടിസ്ഥാനമാക്കിയുള്ള പ്രതിഷേധത്തിന് സ്ഥാനാർത്ഥികൾ നേതൃത്വം നൽകും. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. നിതിൻ, ഏത് തരത്തിലായിരിക്കും പ്രതിഷേധം? പ്രവിധ ആദായ നികുതി വകുപ്പിന്റെ നടപടിക്കെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എന്തായാലും നാളെ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ തീരുമാനം. PCCകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലാ അടിസ്ഥാനത്തിലും പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്, നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിൽ മുതിർന്ന നേതാക്കളടക്കം ഈ ഒരു പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ AICC അറിയിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, മണ്ഡലം അടിസ്ഥാനത്തിൽ കോൺഗ്രസിന്റെ ഈ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൽ സ്ഥാനാർത്ഥികൾ നേതൃത്വം നൽകും. അങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ, അതായത് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിയിരിക്കെ ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തുമുണ്ടായ ഈ നടപടിയിൽ വ്യാപകമായ പ്രതിഷേധം കോൺഗ്രസ് ഉയർത്തുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് തെരുവിലടക്കം ഈ ഒരു വിഷയം രാഷ്ട്രീയമായി തന്നെ നേരിടാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നാളെ PCCകൾക്കാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിന് തുടരുക. അതിന്റെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഡൽഹി രാംലീല മൈതാനത്ത് ഇന്ത്യ മുന്നണി മറ്റന്നാൾ നിശ്ചയിച്ചിട്ടുള്ള മഹാറാലിക്ക് പോലീസിന്റെ അനുമതി. മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി, ശരത് പവാർ, തേജസ്വി യാദവ് തുടങ്ങിയ നേതാക്കൾ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുക്കും. നിതിൻ, ഈ പ്രതിഷേധത്തിന് എന്തായാലും ഇപ്പോൾ പോലീസിന്റെ അനുമതി ലഭിച്ചിട്ടുണ്ട്. പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയല്ലേ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത്? പ്രതിഷേധത്തിന്റെ വഴി അതെങ്ങനെയാകും? പ്രവിധ, അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് മറ്റന്നാൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തും മഹാറാലി പ്രഖ്യാപിച്ചത്. ഈ ഒരു മഹാറാലിക്ക് ഇപ്പോൾ ഡൽഹി പോലീസ് അനുമതി നൽകിയിട്ടുണ്ട്. രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ഈ പരിപാടി രാംലീല മൈതാനത്ത് നിശ്ചയിച്ചിരിക്കുന്നത്. 20,000-ഓളം പേർ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മുതിർന്ന നേതാക്കൾ, രാജ്യത്തിന്റെ ഇന്ത്യ സഖ്യത്തിന്റെ മുതിർന്ന നേതാക്കൾ ഈ ഒരു ഇന്ത്യ സഖ്യത്തിന്റെ പരിപാടിയിൽ ഉണ്ടാകും. മല്ലികാർജ്ജുൻ ഖർഗെ കൂടാതെ പ്രധാനപ്പെട്ട മറ്റ് നേതാക്കളടക്കം ഈ പരിപാടിയിൽ ഉണ്ടാകും. രാഹുൽ ഗാന്ധി, തൃച്ചി ശിവ, ഡെറക് ഒബ്രോയിൻ കൂടാതെ ശരത് പവാർ, ഉദ്ധവ് താക്കറെ, സീതാറാം യെച്ചൂരി, D രാജ, ഫറൂഖ് അബ്ദുള്ള, ദീപാങ്കർ ഭട്ടാചാര്യ, ചമ്പൈ സോറൻ, കൽപ്പന സോറൻ എന്നീ മുതിർന്ന നേതാക്കളടക്കം ഈ മഹാറാലിയിൽ പങ്കെടുക്കും. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് കേജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ മറ്റന്നാൾ മഹാറാലി രാംലീല മൈതാനത്ത് സംഘടിപ്പിക്കുന്നത്. ശരി, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്.